ഇന്ന് നമുക്ക് ആമിക്കുട്ടിക്ക് ഒരു പാസരം വാങ്ങിക്കാനായിട്ട് പോയാലോ? കുറേ കാലമായി ഞങ്ങൾ വിചാരിക്കുന്നു ഒരു പാസരം വാങ്ങണമെന്ന്. പാസരം എന്ന് പറയുമ്പോൾ സ്വർണ്ണ പാസരം ഒന്നും അല്ല കേട്ടോ, വെള്ളി പാസരം. അങ്ങനെ ഞങ്ങൾ പാസരം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ജ്വല്ലറി കടയിൽ കയറി. അവർ ഞങ്ങൾക്ക് കുറേ പാസരങ്ങൾ കാണിച്ചു തന്നു. ദേ ഇതുപോലെ. ഞങ്ങളാണെങ്കിൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് ഏതെടുക്കണം എന്നുള്ളത്. പിന്നെ ഫൈനലി ഞങ്ങൾ ഒരെണ്ണം സെലക്ട് ചെയ്തു അവൾക്ക് വേണ്ടി. അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്തത് ഇപ്പം ആമിക്കുട്ടിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. ആ ജ്വല്ലറി കടയിലെ ചേട്ടനാണ് അവൾക്ക് പാസരം ഇട്ട് കൊടുക്കുന്നത്. ആമിക്കുട്ടിക്കാണെങ്കിൽ എന്താ നടക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. അവൾക്കാണെങ്കിൽ കരയണോ ചിരിക്കണോ ഏത് എക്സ്പ്രഷൻ ഇടണമെന്നൊന്നും മനസ്സിലാവാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആമിക്കുട്ടീൻ്റെ കൊലുസിട്ട കാലുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ പാസരം കൊണ്ട് ഏറ്റവും ഉപകാരം ഉണ്ടാകുന്ന ഒരു വ്യക്തി ഞാനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൾ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കാതെ അവിടെ കിടന്ന് കളിക്കും. ഞാൻ എന്തെങ്കിലും പണിയിലൊക്കെ ആയിരിക്കും. ഇതാകുമ്പോൾ ഇപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അറിയുമല്ലോ. ഇപ്പോഴല്ലെങ്കിലും കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ ആമിക്ക് സ്വർണ്ണത്തിൻ്റെ ഒരു പാസരം വാങ്ങിയിരിക്കുമെന്ന് ശബ്ദം ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുമില്ല സ്വർണ്ണക്കടയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് ഒരു 24 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങളൊരു കടയിൽ കയറിയിട്ട് ജ്യൂസും റോസ്റ്റും കഴിച്ചു. അപ്പോൾ ആമിക്കുട്ടീൻ്റെ പാസരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.